ഹായ് എവ്രി വൺ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയായിട്ട് സംഘകാല കേരളം 10 എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ സംഘകാലഘട്ടത്തിൽ കേരളം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്, കമൻറ്റ് വന്നിട്ട് പറഞ്ഞു. അപ്പം ഞാൻ സംഘകാലഘട്ടത്തിൽ ഇന്ന് കേരളം എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം സംഘകാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ കേരളത്തിനെ കുറിച്ചിട്ടല്ല. ഇന്ന് കേരളം എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം അന്ന് പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പം 9-ാം നൂറ്റാണ്ടിലാണ് കേരളം ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയായിട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പം ഞാൻ തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന ഇന്ന് കേരളം എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഭരിച്ചിരുന്നവരെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഞാൻ ഏഴിമല കിങ്ഡത്തിനെ കുറിച്ചിട്ടും ആയ് രാജവംശത്തെക്കുറിച്ചിട്ടും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം 10 പറയുന്ന 10 ചേര രാജാക്കന്മാരിൽ 9 പേരെ കുറിച്ചിട്ടാണ് ഞാൻ വിവരണം നൽകിയിട്ടുള്ളത്. 10ാമത്തത് ആരാ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ആ 10 രാജാക്കന്മാരെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലാവുന്നില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ അത് എഴുതിയിട്ട് കാണിച്ചു തരാം അവരുടെ പേരുകളെല്ലാം. ആദ്യകാല ചേര രാജാക്കന്മാരെ കുറിച്ചിട്ട് വിവരം നൽകുന്ന സംഘകാല കൃതിയാണ് 10 10 പാട്ടുകൾ വീതമുള്ള 10 ഗാന സമാഹാരമാണ് 10 എന്ന സംഘകാല ഗ്രന്ഥമല്ല സംഘകാല കൃതി. ഇതിൽ ഓരോ സമാഹാരവും ഓരോ ചേരമന്നൻ്റെ വീരപാദങ്ങളെ വർണ്ണിക്കുന്നതാണ്. 10 ഒന്നാം ഭാഗത്ത് പരാമർശിക്കുന്ന ചേര രാജാവ് ചേരമന്നൻ ഉദിയൻ ചേരലാതനാണ്. ഉദിയൻ ചേരലാതനെ പെരുംചോറ്റു തീയൻ ചേരലാതൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ വാനവരമ്പൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള കവി മാമുലനാറാണ്. അടുത്ത 2ാം ഭാഗത്തിൽ പറയുന്ന രാജാവ് നെടുംചേരലാതനാണ്. അദ്ദേഹത്തെ ഇമയവരമ്പൻ എന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള കവി കണ്ണനാറാണ്. 3ാം ഭാഗത്തിലുള്ളത് പല്യാണി ചെൽക്കേഴു കുട്ടുവൻ എന്ന് പറഞ്ഞിട്ടുള്ള ചേര രാജാവാണ്. അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയിട്ടുള്ള കവി പാലൈ ഗൗതമനാറാണ്. 4ാം ഭാഗത്തിൽ നാർമുടി ചേരലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാപ്പിയാറ്റു കാപ്യനാറാണ് ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളത്. 5ാം ഭാഗത്തിൽ വേൽക്കേഴു കുട്ടുവനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പരണറാണ് ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളത്. 6ാം ഭാഗത്തിൽ ആടുകോട് പാട്ടുചേരലാതനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള കവി നച്ചള്ളയാറാണ്. അപ്പോൾ ഈ 6ാം ഭാഗം വരെ ഉള്ള ചേര രാജാക്കന്മാരെ വാനവരമ്പൻ ശാഖ എന്നാണ് പറയുന്നത്. 7ാം ഭാഗം ചെൽവക്കൊടും കോവാഴിയാതൻ എന്ന ചേര രാജാവിനെ കുറിച്ചിട്ടാണ്. ഇത് എഴുതിയിട്ടുള്ള കവി കപിലറാണ്. 8ാം ഭാഗം പെരുംചേരൽ ഇരുമ്പുറയെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് അരിശിൽ കിഴാറാണ്. 9ാം ഭാഗം ഇളംചേരൽ ഇരുമ്പുറയിനെ കുറിച്ചിട്ടാണ് പെരുംകുണ്ടൂർ കിഴാറാണ് ഇത് എഴുതിയിട്ടുള്ളത്. 10ാം ഭാഗത്ത് വർണ്ണിച്ചിട്ടുള്ളത് യാനൈക്കാൽ ചെയ്മാന്തരൻ ചേരൽ ഇരുമ്പുറയെ കുറിച്ചിട്ടാണ്. ഇത് എഴുതിയിട്ടുള്ള കവിയുടെ പേര് നമുക്ക് ലഭ്യമല്ല. 7, 8, 9, 10 എന്നിങ്ങനെയുള്ള 4 ഭാഗങ്ങൾ ഇരുമ്പുറൈ ശാഖയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യത്തെ 6 ഭാഗങ്ങൾ പറയുന്നത് വാനവരമ്പൻ ശാഖയെ കുറിച്ചിട്ടാണ്. ഉദിയൻ ചേരലാതൻ്റെ ശാഖയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി സംഘകാലഘട്ടത്തിനെ കുറിച്ചിട്ട് നോക്കാം. സംഘകാലത്തെ പരാമർശിക്കുന്ന സംഘം എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം കൂടൽ എന്നാണ്. പ്രാചീന കാലത്ത് കേരളം തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. 9-ാം നൂറ്റാണ്ടിലാണ് കേരളം ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയായിട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. സംഘകാല കൃതികളുടെ കാലഘട്ടം നിർണയിച്ചിട്ടുള്ളത് ക്രിസ്തുവർഷം ആദ്യത്തെ 3-4 നൂറ്റാണ്ടുകളിലാണ്, അഥവാ CE 3-4 സെഞ്ച്വറീസ്. സംഘകാല കൃതികളിൽ ഏറ്റവും പഴയ കൃതി എന്ന് വിശേഷിപ്പിക്കുന്നത് തൊൽക്കാപ്യം ആണ്. കേരളത്തെക്കുറിച്ചിട്ട് പരാമർശിക്കുന്ന സംഘകാല കൃതി 10 ഇന്നത്തെ കേരളമല്ല, അന്നത്തെ കേരളം. പിൽക്കാല സംഘകാല കൃതികളായി കണക്കാക്കുന്നത് ചിലപ്പതികാരം, മണിമേഖലൈ എന്നിവയെയാണ്. ചിലപ്പതികാരത്തിൻ്റെ കർത്താവ് ഇളങ്കോവടികളാണ്. സംഘകാലഘട്ടത്തിന് ശേഷം രചിക്കപ്പെട്ടവയാണ് ഐപ്പെരും കാവ്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടതാണ് ചിലപ്പതികാരം. ഇത് കോവിലൻ്റെയും കണ്ണകിയുടെയും കഥയാണ് പറയുന്നത്. ഇളങ്കോവടികൾ ജൈനമത അനുയായിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം തൃക്കണാമതിലകം ആയിരുന്നു. ചിലപ്പതികാരം പുകാർ കാണ്ഡം, മധുരൈ കാണ്ഡം, വഞ്ചി കാണ്ഡം എന്നീ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ
വഞ്ചി കാണ്ഡത്തിൽ പരാമർശിക്കുന്നത് ദേവതയായി മാറിയ കണ്ണകിക്ക് വഞ്ചിയിൽ ചേരൻ ചെങ്കുട്ടുവൻ ക്ഷേത്രം നിർമ്മിച്ചതിനെ കുറിച്ചിട്ടാണ്. മണിമേഖലയുടെ കർത്താവ് സാത്തനാർ ആണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കുലവാണികൻ ചിത്തലൈ സാത്തനാർ എന്നാണ്. ഇദ്ദേഹം ബുദ്ധമത അനുയായിയായിരുന്നു. മണിമേഖല ഒരു ബുദ്ധകാവ്യമാണ്. ചിലപ്പതികാരത്തിലെ കഥയുടെ തുടർച്ചയാണ് മണിമേഖലയിൽ പറയുന്നത്. ചിലപ്പ് കാലിൽ ഇടുന്ന ചിലമ്പാണെങ്കിൽ അരയിൽ കെട്ടുന്ന മണികളുടെ സഞ്ചയമാണ് മണിമേഖല. കോവിലന് മാധവിയിൽ ജനിച്ച മകളാണ് മണിമേഖല. ബൗദ്ധധർമ്മത്തിൻ്റെയും പ്രസക്തിയുടെയും പ്രാധാന്യവും മണിമേഖലയിൽ വിവരിക്കുന്നുണ്ട്. തിരുക്കുളർ എന്ന സംഘകാലഘട്ടത്തിലെ കൃതിയുടെ കർത്താവ് തിരുവള്ളുവർ ആണ്. ഇനി നമുക്ക് ആസ്ഥാനങ്ങൾ ഏതെല്ലാമായിരുന്നു എന്ന് നോക്കാം. ചോളന്മാരുടെ ആസ്ഥാനങ്ങൾ തഞ്ചാവൂരായിരുന്നു. പാണ്ഡ്യന്മാരുടേത് മധുര. ചേരന്മാരുടേത് വഞ്ചിമുതൂർ എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇത് ആദ്യകാല ചേര രാജാക്കന്മാരെ കുറിച്ചിട്ടാണ് കേട്ടോ. സംഘകാലഘട്ടത്തിൻ്റെ ആദ്യ ദശകങ്ങളിൽ കേരളം ഭരിച്ചിരുന്ന 3 രാഷ്ട്രീയ ശക്തികളായിരുന്നു ആയ് രാജവംശം, ചേര രാജവംശം, ഏഴിമല രാജവംശം എന്നിവ. ആയ് രാജാക്കന്മാരുടെ ആസ്ഥാനം വിഴിഞ്ഞം ആയിരുന്നു. പമ്പ മുതൽ കന്യാകുമാരി വരെ ഭരണത്തിലിരുന്ന ആയ് രാജാക്കന്മാരുടെ ഭൂവിഭാഗത്തെ റോമൻ ചരിത്രകാരനായിട്ടുള്ള ടോളമി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ AIOI എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആയ് രാജാക്കന്മാരിൽ പ്രധാനികളായവർ ആയ് ആണ്ടീരൻ, തിതിയൻ, അതിയൻ എന്നിവരാണ്. സംഘകാലഘട്ടത്തിൽ ഏഴിമല ഭരിച്ചിരുന്ന പ്രശസ്തനായിട്ടുള്ള രാജാവ് ഏഴിമലയിലെ നന്നനാണ്. പാഴി യുദ്ധത്തിൽ വെച്ച് ചേരമുഖ്യനായ ആയ് ഐനനെ അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായിട്ടുള്ള മിഞ്ഞിലി പരാജയപ്പെടുത്തി. തുടർന്ന് ഇതിൻ്റെ പ്രതികാരമായിട്ട് ചേര രാജാവായിട്ടുള്ള നാർമുടി ചേരലിൻ്റെ കീഴിലുള്ള സൈന്യം വാഗൈ പെരുന്തുറൈ യുദ്ധത്തിൽ വെച്ചിട്ട് നന്നനെ വധിച്ചു. നാർമുടി ചേര രാജാവായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം യുവരാജാവായിട്ട് 25 വർഷം വാണിരുന്നു. സംഘകാലഘട്ടത്തിലെ അധിവാസ സ്ഥാനങ്ങൾ തിണകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മൈക്രോ ഇക്കോ മേഖലകളാണ് തിണകൾ. സംഘകാലഘട്ടത്തിലെ ഐന്തിണകൾ അഥവാ 5 തിണകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മരുതം, മുല്ലൈ, കുറിഞ്ചി, പാലൈ, നെയ്തൽ. തിണകളിലെ മുഖ്യമായ കാർഷിക ഉൽപ്പന്നം നെല്ലാണ്. മരുതം തിണയിലെ ഉഴവർ ആരാധിച്ചിരുന്ന ദൈവം വേന്തൻ അഥവാ ഇന്ദ്രൻ ആയിരുന്നു. മുല്ലയിലെ ജനങ്ങളുടെ, അവരെ ഇടയർ എന്നും പറയുന്നുണ്ട്, അവരുടെ പ്രധാന തൊഴിൽ കന്നുകാലി മേയ്ക്കലാണ്. മുല്ലയിലെ പ്രധാന ആരാധനാമൂർത്തി മേയോൻ ആണ്. ഇനി കുറിഞ്ചി തിണകൾ മലഞ്ചെരുവുകളും കാടുകളുമാണ്. ഇവിടുത്തെ ജനങ്ങൾ കുറവരാണ്. ഇവരുടെ പ്രധാന ആരാധനാമൂർത്തി വേൽമുരുകനാണ്. പാലൈ തിണയിലെ മറവർ എന്ന് പറഞ്ഞിട്ടുള്ള ജനങ്ങൾ ആരാധിച്ചിരുന്ന ദേവത കൊറ്റവൈ എന്ന് പറഞ്ഞിട്ടുള്ള ദേവതയാണ്. തീരപ്രദേശമായ നെയ്തൽ തിണയിലെ പരതർ എന്ന് പറഞ്ഞിട്ടുള്ള ജനങ്ങളുടെ ആരാധനാമൂർത്തി കടലോൻ ആണ്. സംഘകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വിതരണ സമ്പ്രദായം ദാനം ആയിരുന്നു. സംഘകാല കൃതികൾ ദാനം സ്വീകരിക്കുന്നവരെ കുറിച്ചിട്ട് പരാമർശിച്ചിരിക്കുന്നത് ഇരവലർ എന്ന പേരിലാണ്. സംഘകാലഘട്ടത്തിലെ പ്രധാന വിനിമയോപാധികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നെല്ലും ഉപ്പുമാണ് സംഘകാലഘട്ടത്തിലെ പ്രധാന വിനിമയ ഉപാധികൾ. ഉപ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്നത് നെയ്തൽ തിണയിലാണ്. 5 തിണകളെ കുറിച്ചിട്ട് പറയാം. ഫസ്റ്റ് വൺ മരുതം. ഭൂപ്രകൃതി ഫലഭൂയിഷ്ഠമായ വയൽ പ്രദേശമാണ്. ഉഴവർ, വെള്ളാളർ എന്നാണ് അവിടുത്തെ ജനങ്ങളെ വിശേഷിപ്പിച്ചിരുന്നത്. അവരുടെ തൊഴിൽ കൃഷിയായിരുന്നു. ആരാധനാമൂർത്തി വേന്തൻ അഥവാ ഇന്ദ്രനായിരുന്നു. രണ്ടാമത്തെ തിണ കുറിഞ്ചി. അവിടെ ഭൂപ്രകൃതി മലകളും കാടുകളുമായിരുന്നു. അവിടുത്തെ ജനങ്ങൾ കാനവർ, കുറവർ എന്നിവരായിരുന്നു. തൊഴിൽ വനവിഭവ ശേഖരണവും നായാട്ടുമായിരുന്നു. ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് ആയിരുന്നു. ആരാധനാമൂർത്തി വേൽമുരുകനായിരുന്നു. വേൽമുരുകൻ. അടുത്തത് മുല്ലൈ തിണ. അവിടെ ഭൂപ്രകൃതി കുറ്റിച്ചെടികളും താടുവരകളും. ജനങ്ങൾ ആയർ, ഇടയർ. തൊഴിൽ കന്നുകാലി വളർത്തൽ. ആരാധനാമൂർത്തി മേയോൻ, കൃഷ്ണൻ ആണ് കേട്ടോ മേയോൻ എന്ന് പറയുന്നത്. അടുത്തത് പാലൈ തിണ. പാഴ് നിലങ്ങളാണ് ഭൂപ്രകൃതി. ജനങ്ങൾ വേട്ടുവർ, മറവർ. തൊഴിൽ യുദ്ധവും കൊള്ളയും. ആരാധനാമൂർത്തി കൊറ്റവൈ. തിണ 5 നെയ്തലാണ്. സമുദ്രതീരാണ് ഭൂപ്രകൃതി. ജനങ്ങൾ പരതവർ, വലയർ എന്നിവരാണ്. അവരുടെ തൊഴിൽ ഉപ്പുണ്ടാക്കലും മത്സ്യബന്ധനവുമാണ്. ആരാധനാമൂർത്തി കടലോൻ അഥവാ വരുണനാണ്. കടലോൻ, വരുണൻ എന്നിവരാണ്.
സംഘകാലഘട്ടത്തിൽ കേരളവുമായിട്ട് കച്ചവട ബന്ധമുണ്ടായിരുന്ന വിദേശികൾ യവനരായിരുന്നു. യവനർ എന്ന് പറഞ്ഞാൽ റോമക്കാരാണ് കേട്ടോ. സംഘകാല കൃതികൾ കേരള തീരത്തെ തുറമുഖ നഗരങ്ങളെ പരാമർശിച്ചിരിക്കുന്നത് പട്ടിണങ്ങൾ എന്ന പേരിലാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പുരാതന തുറമുഖ നഗരം കൊടുങ്ങല്ലൂരാണ്. മുസിരിസ്. കൊടുങ്ങല്ലൂരിൻ്റെ പഴയ പേര് മുസിരിസ് എന്നാണ്. വാൽമീകി രാമായണത്തിൽ മുരച്ചിപ്പത്തനമെന്നും തമിഴ് കൃതികളിൽ മുച്ചിറി എന്നും കൊടുങ്ങല്ലൂരിനെ പരാമർശിക്കുന്നുണ്ട്. ശിലാശാസനങ്ങളിൽ കൊടുങ്ങല്ലൂരിനെ സൂചിപ്പിക്കുന്നത് മുയിരിക്കോട് എന്ന പേരിലാണ്. വിദേശ സഞ്ചാരികൾ എംപോറിയം എന്ന് പരാമർശിച്ച പുരാതന തുറമുഖ നഗരമാണ് കൊടുങ്ങല്ലൂരിലുള്ള മുസിരിസ്. പുരാതന കേരളത്തിലെ അന്താരാഷ്ട്ര വാണിജ്യ കേന്ദ്രമായിരുന്നു മുസിരിസ്. കൊടുങ്ങല്ലൂരിലായിരുന്നു ഈ തുറമുഖം സ്ഥിതി ചെയ്തിരുന്നത്. 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം, പെരിയാറിൻ്റെ ഗതി മാറിയ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അത് കാരണം ഈ തുറമുഖത്തിൻ്റെ അഥവാ മുസിരിസിൻ്റെ കൊടുങ്ങല്ലൂർ തുറമുഖത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും കൊച്ചിൻ തുറമുഖം രൂപം കൊള്ളുകയും ചെയ്തു. 1341 പെരിയാറിൻ്റെ ഗതി മാറിയ വെള്ളപ്പൊക്കം കാരണമാണ് വൈപ്പിൻ ദ്വീപ് രൂപം കൊള്ളുന്നത്. പുതു വൈപ്പിൻ ഇറ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഇറയും രൂപം കൊണ്ടു. സംഘകാലഘട്ടത്തിൽ സതീ സമ്പ്രദായം നിലനിന്നിരുന്നു. ഇത് അറിയപ്പെട്ടിരുന്നത് ഉടന്തടി ചാടൽ, തീ പായിടൽ എന്നിങ്ങനെയുള്ള പേരുകളിലായിരുന്നു. സതി അനുഷ്ഠിച്ചിരുന്ന സ്വാധ്യമാരുടെ പട്ടടകളിൽ സ്ഥാപിച്ച സ്മാരക ശിലകളാണ് പുലച്ചിക്കല്ലുകൾ എന്ന് പറയുന്നത്. സംഘകാലഘട്ടത്തിൽ വളരെ രസകരമായ പല ആചാരങ്ങളും നിലനിന്നിരുന്നു. അതിലൊന്നാണ് നിരാശനായ കാമുകൻ പനമടൽ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു കുതിരയുടെ പുറത്തിരുന്ന് കൊണ്ട് നടത്തുന്ന ഉപവാസ മരണം. ഇത് അറിയപ്പെടുന്നത് മടലേറ്റം എന്നാണ്. സംഘകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രശസ്തയായ കവയിത്രിയാണ് ഔവയാർ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ.